പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കവി സൈനു പള്ളിത്താഴത്ത്. ഇന്ന് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾക്ക് വീടുണ്ട്, ഭക്ഷണമുണ്ട്, വ്യവസായമുണ്ട്, കാറുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എവിടേക്ക് വേണമെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാം. ഇവിടെ ഈ നാട്, നമ്മുടെ ഈ ജീവിക്കുന്ന പരിസരങ്ങൾ കലുഷിതമല്ല. എന്നാൽ ഈ മനസ്സുകൊണ്ട്, ഈ ചിന്ത കൊണ്ട്, ഈ ഉൾക്കാഴ്ച കൊണ്ട് നമ്മൾ ഗാസയിലേക്കൊന്ന് നോക്കും. ഒരു 2-3 നിമിഷം കണ്ണടച്ചിരുന്ന് അവിടെ അരങ്ങേറുന്ന മാരകമായ വംശഹത്യയെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഭക്ഷണമില്ല, വസ്ത്രമില്ല, പ്രാഥമിക സൗകര്യങ്ങൾക്ക് ഇടമില്ല, കുളിക്കാൻ കഴിയുന്നില്ല, ഏത് സമയത്തും മാരകമായ സ്ഫോടക വസ്തുക്കൾ തലയിൽ പതിക്കുമോ എന്ന ഭയത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ഒരു മഹാജനത. അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ പിന്നിടുന്ന ഓരോ ഘട്ടങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഈ സുഖസൗകര്യങ്ങൾക്കിടയിൽ നമുക്ക് ആ ചിന്തകൾ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നില്ലേ? അതാണ് ഒരു കവി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒരു കവി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലോകത്തോട് ചോദിക്കാനുള്ളത്. ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഈ മതഭ്രാന്തന്മാരോട് ഉണർത്താനുള്ളത്, അല്ലെങ്കിൽ അവരോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനുള്ളത് ഇതൊക്കെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ 120 വയസ്സിൽ കൂടുതൽ 1-2 പേരെ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യർക്ക് മനസ്സമാധാനം കൊടുക്കാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുന്ന ഈ കിരാത ജന്തുക്കളോട് നമ്മുടെ മനസ്സെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഗാസയെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്ന ഈ കവി നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ 2 വാക്ക് ഉപസംഹരിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.